പ്രമുഖ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിന്റെ ബോർഡ് അംഗവും മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ സൂസൻ റൈസിനെതിരെ പരസ്യമായ ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റൈസിനെ ബോർഡിൽ നിന്ന് പുറത്താക്കണമെന്നും അല്ലാത്തപക്ഷം കമ്പനി കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകി. ഡെമോക്രാറ്റിക് പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നാൽ ട്രംപിന് വേണ്ടി വിടുപണി ചെയ്യുന്ന കോർപ്പറേറ്റുകൾക്കും വാർത്താ സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് സൂസൻ റൈസ് ഒരു പോഡ്കാസ്റ്റിൽ പ്രസ്താവിച്ചിരുന്നു. പഴയ നിയമങ്ങൾ അനുസരിച്ചായിരിക്കില്ല ഡെമോക്രാറ്റുകൾ ഇനി പ്രവർത്തിക്കുക. റൈസിന്റെ ഈ വാക്കുകളാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ട്രംപിനോട് വിശ്വസ്തത പുലർത്തുന്ന കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് റൈസ് പറഞ്ഞതിനെ തന്നെ പിന്തുണയ്ക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന നീക്കമായാണ് ട്രംപ് പക്ഷം കാണുന്നത്. പാരാമൗണ്ട് ഗ്ലോബലിനെ ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായകമായ ബിസിനസ് നീക്കങ്ങളുമായി നെറ്റ്ഫ്ലിക്സ് മുന്നോട്ടു പോകുന്നതിനിടെയാണ് പുതിയ രാഷ്ട്രീയ പോര്. എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ ചെയർമാൻ ബ്രെന്റ് കാർ നേരത്തെ മാധ്യമ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ഭീഷണി മുഴക്കിയത് ഈ സാഹചര്യത്തിൽ ചർച്ചയായിരിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വാദങ്ങളും ശക്തമാകുന്നുണ്ട്. കോർപ്പറേറ്റ് തീരുമാനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നത് വിപണിയെ ദോഷകരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നെറ്റ്ഫ്ലിക്സ് ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കമ്പനിയുടെ ഭാവി നയങ്ങളെ സ്വാധീനിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കൻ നയതന്ത്ര രംഗത്തെ കരുത്തുറ്റ സാന്നിധ്യമാണ് സൂസൻ റൈസ്. ബരാക് ഒബാമയുടെ ഭരണകാലത്ത് ഐക്യരാഷ്ട്രസഭയിലെ US അംബാസഡറായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായും നിർണായക ചുമതലകൾ വഹിച്ച റൈസ് പിന്നീട് ജോ ബൈഡൻ ഭരണകൂടത്തിലും ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ നെറ്റ്ഫ്ലിക്സിന്റെ ബോർഡ് അംഗമാണ്. 2018 മുതൽ 2020 വരെ സൂസൻ റൈസ് നെറ്റ്ഫ്ലിക്സ് ബോർഡിലുണ്ടായിരുന്നു. ബൈഡൻ ഭരണകൂടത്തിലെ സേവനത്തിന് ശേഷം 2023 അവർ വീണ്ടും ബോർഡിലേക്ക് തിരിച്ചെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.